ശ്രീകലേ, നീ ഇപ്പോഴും ആ ചിന്തകളിൽ തന്നെയാണോ? നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നീ എല്ലാം മറക്കണം. ഇന്നലെ നിന്നതുപോലെ കല്യാണത്തിന് നീ മുഖം വീർപ്പിച്ച് നിൽക്കരുത്. എന്താ അച്ഛാ ഇത്? മോള് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോ ശ്രീകല എങ്ങനെ ചിരിച്ചോണ്ടിരിക്കും? മുഖം വെറുപ്പിച്ചിരിക്കാനല്ലേ സാധിക്കൂ? ഏതായാലും കാര്യങ്ങൾ കൈവിട്ടുപോയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? സുലോചനെ, നിർത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. എരുതയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കാതെ നീ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്ക. ഇല്ലെങ്കിൽ ദോഷം സംഭവിക്കുന്നത് നിനക്കായിരിക്കും. നിന്റെ മോളുടെ ഭാവിയായിരിക്കും അത് ബാധിക്കുന്നത്. അമ്മേ, എന്താ എന്താ അമ്മയുടെ ഉദ്ദേശം? ആന്റി ഇളക്കി വിട്ട് കല്യാണം മുടക്കാനുള്ള പുറപ്പാടിലാണോ അമ്മ? ഇതുവരെയൊക്കെ ആയല്ലോ. ഇനി ഏതായാലും കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ശ്രീകലയ്ക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം തന്നെയാ ഇങ്ങനെയൊക്കെ സംസാരിച്ച്. പൊള്ളേണ്ടവർക്കൊക്കെ അങ്ങ് പൊള്ളട്ടെ. ഇനി ശ്രീകലയ്ക്ക് കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ മുടക്കട്ടെ.